നമുക്ക് ട്രാപ്പ് വയ്ക്കാം. നമുക്ക് അല്ലേ ഒരു അണ്ടർ വാട്ടർ ഷൂട്ടേജ് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഫിഷ് ചെയ്യാൻ ശ്രമിച്ചു നോക്കി, പക്ഷെ അവിടെ നിന്ന് ഭയങ്കര വിൻഡ് സ്പീഡ് കാരണം കിട്ടുന്നില്ല. ഓക്കെ, അപ്പം നമ്മൾ ട്രാപ്പ് ചെയ്യാൻ പോകണേ. ഫിഷ് ട്രാപ്പ് അല്ലേ, അമ്പർല ഫിഷ് ട്രാപ്പ്. നല്ല സ്പോട്ടാണ്. കുളിക്കാൻ അടിപൊളി സ്പോട്ടാണ്. ഇപ്പൊ കാറ്റ് കുറഞ്ഞു കേട്ടോ, ശ്രദ്ധിച്ചോ. നമുക്ക് ഇവിടെ ഇത് വെച്ചിട്ട് ഇതിനകത്ത് കെട്ടി വെക്കാം. ഓക്കെ, ഇതൊരു അടയാളത്തിന്. നമ്മളിവിടെ താഴത്ത് വെക്കാൻ ആദ്യം നൂർത്തി വെക്കും. നൂർത്ത് ബായ്. ആ ഫിഷൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഫിഷൊക്കെ ഒന്ന് ഡിവൈഡ് ചെയ്യാൻ ഓക്കെ അല്ലേ? കിട്ടാൻ സാധ്യത കുറവാണ്. എന്താ വെച്ചാൽ ഇവിടെ മീൻ കിട്ടുമെന്ന് അറിയില്ല. താവല്ലേ, വെക്കല്ലേ? റെഡി, 1 2 3. ഇതേതാ സാധനം? ഇത് എന്തായാലും കുഴപ്പമില്ല, അത് കൊള്ളാം. ഇത് നമ്മള് ഇതിനടിച്ചാണ് കണ്ടത്, കണ്ടോ? ഇത് നൈസറല്ല. എടാ എത്ര മണിക്കൂർ കൊണ്ട് കിട്ടിയത്? ഒരുപാട് ടൈം എടുത്തല്ലേ? ആണല്ലേ? സാധനോ ആ സെയിം സാധനം തന്നെയാണല്ലോടാ. എന്താ ഉണ്ടോ? അമൂറല്ലേ? അല്ലേ? ഇതെന്താണത്? ശരി വർഗത്തിൽപ്പെട്ട ഫിഷാണ്, കൊത്തലാണ്. ഒന്ന് വീശി എറിഞ്ഞു നോക്കട്ടെ. അടിച്ചു. അല്ലല്ല, കുറുക്കുപാൻ. ഇവാ കിട്ടു സാധനം. കുറുക്കുപാൻ. ഇത് അത്യാവശ്യം വലിയ കുഴപ്പമില്ല. കുറുക്കുപാൻ ഇത് കുഴപ്പമില്ല, ഇത് ടേസ്റ്റാ. വറുത്ത് കഴിഞ്ഞാൽ അടിപൊളിയാ. കൊള്ളാം. ഒത്തിരി നേരത്തെ പ്രയത്നത്തിന് ശേഷം കിട്ടിയതാണെങ്കിലും നല്ല മീനാണ്. നമുക്കത് കോട്ടനെ ബാർബിക്യൂ ചെയ്യുന്നതായിരിക്കും. നമ്മൾ ബാർബിക്യൂ ചെയ്തിട്ട് കഴിച്ചിട്ട് ഇന്നിവിടെ നിന്ന് ഇൻലാൻഡിൽ നമ്മൾ പോകുന്നു. മീനിന്റെ പേര് വല്ലതും അറിയോ? ഉണ്ട്. പോയി. സെയിം സാധന. ഇതാണെങ്കിൽ ഇത് ഒന്നിനും പറ്റാത്ത സാധനമാണ്. ഇതൊക്കെ അറിയില്ല, ബോട്ടുകാരൊക്കെ കളയുന്നതാണ് ഈ സാധനം. ഇത് എടുക്കൂല ബോട്ടുകാർ. എന്താണിത്? അത് പുതിയാപ്പിളക്കോരയുണ്ടത് അല്ലേ? അല്ലേ? പുതിയാപ്പിളക്കോരയല്ലേ? വെറൈറ്റി.
നമുക്ക് ഇത് തന്നെ കട്ട് ചെയ്തിട്ട് ഇടാൻ പറ്റുമോ? അതന്നെ നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാം എത്രമാത്രം കിട്ടിയെന്നുള്ളത്. നമുക്ക് ബോക്സ് അങ്ങോട്ട് കൊണ്ടുപോകാം. ബോക്സ് ഞങ്ങൾക്ക് കൊണ്ടുപോകാം. അല്ലാതെ ഒന്നും കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് വെയിലായപ്പോഴാണ് അടി തുടങ്ങിയത്. ആ അടുത്ത് കേട്ടോ. അതാ ഇതേ അല്ലേ അതുകൊണ്ട് വാ. Jibin will explain more on this. കേട്ടോ അടുത്തത് ഇപ്പൊ നല്ല അടിയാ. ക്രിസ്റ്റി നല്ല അടിയാ. കിട്ടിയല്ലോ. നമ്മള് വെയിലായപ്പോഴാണ് അടി തുടങ്ങിയല്ലേ? അതെ നമ്മളത് ക്ഷമിച്ച് ഇരുന്നുകൊണ്ടാണ് നമുക്ക് ഇത് ഇത്രയും കിട്ടാൻ കാര്യം. പറ്റുണ്ടോ? പെട്ടെന്നില്ല. മോശമാണല്ലേ? ഇപ്പൊ ചൂടായി ഇല്ലേ? ചൂടാ തുടങ്ങിയല്ല. അതിൽ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പോലെ ഇപ്പം കിട്ടുന്നില്ല. നമ്മള് ഇപ്പോ രാവിലെ സച്ചിൻ തന്നെ 2:30 സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ 3:30 എത്തി. ആ സമയത്ത് ഇവിടെ വെളിച്ചം ഉണ്ടായിരുന്നു. വെളിച്ചം കുറച്ച് കുറവായിരുന്നു. 4 മണി 4:30 ആയപ്പോൾ കുറേശ്ശെ വെളിച്ചം വരാൻ തുടങ്ങി. അപ്പോൾ പ്ലാൻ ചെയ്തത് കാലാവസ്ഥ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിനു മുമ്പ് കുറേ പോയിട്ട് കാലാവസ്ഥ ഫിഷിങ് ഞാൻ എന്ന് വന്നാ ഇത് അവസ്ഥ എന്ത് ചോദ്യം ഫിഷ് കിട്ടുന്നില്ല. കാരണം ഭയങ്കര ഇതിന്റെ അപ്പുറത്തെ സൈഡ് സൗദി ബോർഡർ. ബോർഡർ സൗദി. ഓക്കെ നമ്മുടെ മൊബൈൽ റേഞ്ച് സൗദിയിലാണ്. ഈ സ്ഥലത്തിന്റെ പേര് ഇത് ഇൻലാൻഡ് സീ ആണ്. പിന്നെ ഇരുമ്പിന്റെ വൈറ്റുള്ള നമ്മള് ഫ്ലൂറോ കാർബൺ ലൈൻ നമ്മുടെ ലൈന് തിന്നായിപ്പോയി. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണം? അപ്പോൾ നമ്മൾ ഇപ്പം നമ്മൾ കാസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ജിഗ് കാസ്റ്റിംഗ് ആണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ജിഗ് ബൈറ്റ്. അപ്പോൾ ജിഗ് ബൈറ്റ് ഇപ്പോൾ നമ്മൾ കുറേ നഷ്ടപ്പെട്ടു. ഓക്കെ കാരണം നമ്മുടെ ഫ്ലൂറോ കാർബൺ ലൈന് വളരെ തിന്നായിപ്പോയി. ജിഗ് ബൈറ്റ് കൊണ്ടിട്ട് ഏതൊക്കെ മീനാണ് പിടിക്കാൻ പറ്റുന്നത്? നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കിങ് ഫിഷ്, അമൂറ്, ഷേരി, ക്യൂബ് ഫിഷ്, ബർക്കൂഡ. ഈ ഫിഷ് ഇതുകളാണ് നമ്മളിപ്പോൾ ജിഗിങ് ഇതിലൂടെ നമുക്ക് സാധാരണ നമുക്ക് കിട്ടുന്ന മീനുകൾ. പിന്നെ നമ്മൾ വറ്റ അതുപോലെ ഉള്ള മീനുകൾ കിട്ടാറുണ്ട്. നൈസ് പല ബൈറ്റ് ഫിഷിങ്ങിലാണ് കൂടുതലും നമ്മൾക്ക് കിട്ടാറുള്ളത്. നമ്മളോരോ ഓരോ ഒന്നിനും ഓരോ കാസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ ബൈറ്റ് കാസ്റ്റിംഗ് ആണ്. ഇതിനകത്ത് നമ്മൾ ഷ്രിമ്പ് അതുപോലെ ചെമ്മീൻ ഈ ഷ്രിമ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ കുളത്തിൻ്റെ മേലെ കോർക്കുത്തിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ അപ്പോൾ ഇതിന് മേലെ നമുക്ക് കിട്ടുന്ന മീനുകൾ പറഞ്ഞു കഴിഞ്ഞാൽ കുർക്കുഫാന്, അതുപോലെ നൈസർ. ഓക്കെ അതുപോലെ അതെ ചൂണ്ടേൻ്റെ അത് പൊട്ടിപ്പോയിട്ടുണ്ട്. മീൻ കൊത്തിയതാ? അല്ല നമ്മുടെ കുക്കിംഗ് ഒന്നും പറഞ്ഞില്ല. ചിക്കൻ ആയിരിക്കും. ചിക്കൻ സോറി.